സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കാൻ തീരുമാനം. വൈകിട്ട് 6-നും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂർ വരെയാണ് ലോഡ് ഷെഡിംഗ് തീരുമാനമായിരിക്കുന്നത്. തൃശൂർ എരുമപ്പെട്ടിയിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗിനെതിരെ പ്രതിഷേധം. എരുമപ്പെട്ടി KSEB പുനലൂർ ഡിവിഷൻ ഓഫീസിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ പ്രതിഷേധം ഇന്ന് പുലർച്ചെ 4 മണി വരെ തുടർന്നു. ഹർത്താലിലെ അതിക്രമത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. സംസ്ഥാനത്ത് ആകെ 27 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന DGP ഹൈക്കോടതിക്ക് മറുപടി നൽകി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കാൻ തീരുമാനം. വൈകിട്ട് 6-നും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂർ വരെയാണ് ലോഡ് ഷെഡിങ്ങിന് തീരുമാനമായിരിക്കുന്നത്. KSEB ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പീക്ക് അവറിൽ വാഹന ചാർജിംഗ് പാടില്ലെന്നും AC താപനില 24-നും 26-നും ഇടയ്ക്ക് ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വൈദ്യുതി ആവശ്യകതയിലുണ്ടായ അപ്രതീക്ഷിതമായ വർധനയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് യോഗം വിലയിരുത്തി. സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകതയുടെ വളർച്ചാ നിരക്ക് പരിശോധിച്ചാൽ പ്രതിവർഷം ഉണ്ടാകുന്ന ശരാശരി വർധനയേക്കാൾ വളരെ കൂടുതലാണ് ഇക്കൊല്ലം ഉണ്ടായിരിക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങും ACയുടെ ഉപയോഗവും പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ജനങ്ങൾ ഇഞ്ചക്ഷൻ പാചകത്തെ അധികമായി ആശ്രയിച്ചതുമാണ് വൈദ്യുതി ആവശ്യകത കുത്തനെ കൂടാൻ കാരണമായത് എന്നാണ് മനസ്സിലാകുന്നതെന്ന് ഉന്നതതല യോഗത്തിൽ വിലയിരുത്തലുണ്ടായി. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. തൃശൂർ എരുമപ്പെട്ടിയിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനെതിരെ പ്രതിഷേധം. എരുമപ്പെട്ടി KSEB പുനലൂർ ഡിവിഷൻ ഓഫീസിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ പ്രതിഷേധം ഇന്ന് പുലർച്ചെ 4 മണി വരെ തുടർന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം പ്രതിഷേധത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി, കടങ്ങോട്, വരവൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് ഉപഭോക്താക്കളാണ് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സത്തെ തുടർന്ന് എരുമപ്പെട്ടിയിലെ കുണ്ടന്നൂർ ഡിവിഷൻ ഓഫീസിൽ അർദ്ധരാത്രിയിൽ എത്തി പ്രതിഷേധിച്ചത്. കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളും വൈദ്യുതി ഓഫീസിൽ എത്തിയിരുന്നു. പലരും പായ വിരിച്ച് ഓഫീസിനുള്ളിലും പുറത്തും കിടന്ന് പ്രതിഷേധിച്ചു. KSEB ഓഫീസിൽ തുടർച്ചയായി വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്നാണ് കറണ്ടില്ലാതെ വലഞ്ഞ പല പ്രദേശത്തുള്ളവർ KSEB ഓഫീസിലെത്തിയത്. പ്രതിഷേധം പല ഘട്ടങ്ങളിലും സംഘർഷാവസ്ഥയിൽ സൃഷ്ടിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുമെന്ന് അറിയിച്ചത് നാട്ടുകാരും പോലീസും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റത്തിനും ഇടയാക്കി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കുണ്ടന്നൂർ സെക്ഷനിലെ പല പ്രദേശങ്ങളിലും പകലും രാത്രിയും വൈദ്യുതി തടസ്സം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില പ്രദേശങ്ങളിൽ രാത്രിയിൽ ഒട്ടും വൈദ്യുതി ലഭിക്കാത്ത അവസ്ഥയാണ്. കനത്ത ചൂടിൽ പ്രായമായവരും കിടപ്പുരോഗികളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ട് നേരിടുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രി 12 മണി മുതൽ ഇന്ന് രാവിലെ 6 മണി വരെ പല പ്രദേശങ്ങളിലും വൈദ്യുതി തടസ്സപ്പെട്ടു. പ്രധാന ഫീഡറിൽ തകരാർ സംഭവിച്ചതാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമെന്നാണ് KSEB ജീവനക്കാർ പറയുന്നത്. അതേസമയം തകരാർ പരിഹരിക്കാനും ലൈൻ മാറ്റി ചാർജ് ചെയ്യുവാനും കട്ട് ഓഫായ സംവിധാനം പരിഹരിക്കുവാനും രാത്രികാലങ്ങളിൽ ആവശ്യമായ ജീവനക്കാർ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇന്നലെ രാത്രി 2 ലൈൻമാൻമാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. പ്രതിഷേധക്കാരുടെ ആവശ്യപ്രകാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇന്ന് പുലർച്ചെ 4 മണിയോടെ സ്ഥലത്തെത്തി ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. മീഡിയ ടൈം, തൃശൂർ. സംസ്ഥാനത്ത് തുടരുന്ന അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണങ്ങൾക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി മുസ്ലിം യൂത്ത് ലീഗ്. മലപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിലെ ഫ്യൂസൂരിയാണ് പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. വൈദ്യുതി നിയന്ത്രണം തുടരുകയാണെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് ലീഗ് നേതൃത്വം അറിയിച്ചു. രാവിലെ 11 മണിയോടെയാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ KSEB ഓഫീസിലെത്തിയത്. ഓഫീസിലെ ഫ്യൂസ് ഊരിയ ശേഷം അരമണിക്കൂറോളം ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പ്രവർത്തകർ പ്രതിഷേധം തുടർന്നു. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്ന് അധികൃതർ അവകാശപ്പെടുമ്പോഴും ജനങ്ങൾ നേരിടുന്ന രൂക്ഷമായ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണത്തിനെതിരെയുള്ള നിശബ്ദത ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. തുടർന്ന് യൂത്ത് ലീഗ് പ്രതിനിധികൾ KSEB ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഉന്നത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് KSEB ജീവനക്കാർ പ്രവർത്തകർക്ക് ഉറപ്പു നൽകി. ഈ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്.
വരും ദിവസങ്ങളിലും വൈദ്യുതി നിയന്ത്രണം തുടരുകയാണെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് ലീഗ് നേതൃത്വം അറിയിച്ചു. മീഡിയ ടൈം തൃശൂർ. ഹർത്താലിലെ അതിക്രമത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. അവധിക്കാല ഡിവിഷൻ ബെഞ്ചാണ് കേസെടുത്തത്. ഹൈക്കോടതി സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ആകെ 27 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്നാണ് DGP ഹൈക്കോടതിക്ക് മറുപടി നൽകിയത്. നേരത്തെ ഹർത്താലിലെ അതിക്രമത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. അവധിക്കാല ഡിവിഷൻ ബെഞ്ചാണ് കേസെടുത്തത്. ഹർത്താലുമായി ബന്ധപ്പെട്ട് നടന്ന ആക്രമണങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയോട് ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നു തന്നെ റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം. ജനജീവിതം തടസ്സപ്പെടുത്തരുതെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. തുടർന്നാണ് സംസ്ഥാനത്ത് ആകെ 27 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് DGP ഹൈക്കോടതിക്ക് മറുപടി നൽകിയത്. ഹർത്താലിൻ്റെ ഭാഗമായി നടന്ന ആക്രമണങ്ങളിൽ 101 പേരെ അറസ്റ്റ് ചെയ്തുവെന്നും DGP വ്യക്തമാക്കി. മാളയിൽ പ്രകടനം നടത്തുകയും ബസ്സുകൾ തടയുകയും ചെയ്തതിന് KPMS സംസ്ഥാന സംഘടനാ സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ലോചനൻ അമ്പാട്ടിനെയാണ് ഇന്ന് രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ലോചനനെ കൂടാതെ സമരസമിതി കൺവീനർ കാർവർണ്ണൻ, ജയ് ഭീം നേതാവ് അഡ്വക്കേറ്റ് CK രാധാകൃഷ്ണൻ, KPMS ജില്ലാ ട്രഷറർ PC ബാബു, യൂണിയൻ പ്രസിഡന്റ് PC സുബ്രൻ, സെക്രട്ടറി വിനയൻ മംഗലപ്പള്ളി, ഹരിഹരൻ, സുനിൽ മാട്ടിന്മേൽ എന്നിവരടക്കം 30ഓളം പ്രവർത്തകരെ രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദളിത് സംഘടനകൾ കേരള സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്ത ഹർത്താൽ വൻ വിജയമാണ് എന്ന് നേതാക്കൾ അവകാശപ്പെട്ടു. ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഹർത്താലിന് 60ഓളം സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. മരണത്തിന് ഉത്തരവാദികളായ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുക, പ്രതികളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക, കുറ്റക്കാരനായ പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് മോനിയെ പ്രതി ചേർക്കുക എന്നീ ആവശ്യങ്ങളാണ് ആക്ഷൻ കൗൺസിൽ ഉന്നയിച്ചത്. മീഡിയ ടൈം, മാള. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാശേറിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ഇരിങ്ങാലക്കുട. ഡോക്ടർ R ബിന്ദുവും തോമസ് ഉണ്ണിയാടനും സന്തോഷ് ചറാക്കുളവുമാണ് പ്രധാന പോരാളികൾ. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മണ്ഡലത്തിലെ വിധിയറിയാൻ ഏവരും കാത്തിരിക്കുകയാണ്. വന്നുകൂടിയവരെല്ലാം ആരാധിച്ച മണ്ണാണ് കൂടൽമാണിക്യം. സംഗമേശ്വരന്റെ ഐതിഹ്യ പെരുമ. വമ്പന്മാരും കൊമ്പന്മാരും ഇരിങ്ങാലക്കുടയിൽ വാണിട്ടുമുണ്ട്, വീണിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇരിങ്ങാലക്കുടയിൽ രാഷ്ട്രീയം പ്രവചനാതീതമാണ്. ഇത്തവണയും അതിൽ മാറ്റമില്ല. ഇരിങ്ങാലക്കുടയിൽ തിരഞ്ഞെടുപ്പിലെ കണക്കുകളിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പ്രവണതകൾ വിലയിരുത്തി വിജയം തങ്ങളുടേതാകുമെന്ന് ഓരോ മുന്നണിയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ചിലർക്കിത് ഉറച്ച വിശ്വാസവും മറ്റു ചിലർക്കിത് ആശങ്കയും സൃഷ്ടിക്കുന്ന സാഹചര്യമാണ്. മുൻ തിരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ അടിസ്ഥാനമാക്കി ഇത്തവണയും LDF വിജയം പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 2 തവണ നഷ്ടമായ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ. അതേസമയം കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ R ബിന്ദു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏകദേശം 2 ലക്ഷം വോട്ടർമാർ ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ 1,48,654 പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് R ബിന്ദു 62,493 വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ തോമസ് ഉണ്ണിയാടൻ 56,544 വോട്ടുകൾ നേടി 2ാം സ്ഥാനത്തെത്തി. BJP സ്ഥാനാർത്ഥിക്ക് 34,329 വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചിത്രം മാറി. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ 46,499 വോട്ടുകൾ നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ 45,222 വോട്ടുകൾ നേടി. BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി 59,515 വോട്ടുകൾ നേടി 1ാം സ്ഥാനത്തെത്തി. 136 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപി മുന്നിലെത്തിയത്. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ വീണ്ടും ചിത്രം മാറി. മണ്ഡലപരിധിയിലെ പഞ്ചായത്തുകളിലും ഇരിങ്ങാലക്കുട നഗരസഭയിലും ചേർന്ന് ഇടതുമുന്നണി ഏകദേശം 6,300 വോട്ടുകളുടെ മേൽക്കോയ്മ നേടി. 3 വ്യത്യസ്ത തിരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ ആരാകും വിജയിക്കുക എന്നത് പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ്. 3 മുന്നണികളും ആയിരക്കണക്കിന് വോട്ടുകൾ നേടുമെന്ന് അവകാശപ്പെടുന്നു. വിജയുടെ ഭൂരിപക്ഷം 4,000 മുതൽ 6,000 വരെ വോട്ടുകൾക്കിടയിൽ ആയിരിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇപ്പോൾ മണ്ഡലത്തിലെ 94,592 വോട്ടർമാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 69,199 പുരുഷന്മാരും 80,380 സ്ത്രീകളും 2 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. ഇരിങ്ങാലക്കുടയിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഫലം നിർണായകമാകുമെന്ന് വ്യക്തമാണ്. യോഗ്യരായ 3 സ്ഥാനാർത്ഥികൾ കൊമ്പുകോർക്കുകയാണ് ഇരിങ്ങാലക്കുടയിൽ. തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. ആരാണ് വിജയി എന്നറിയുകയാണ് ഇനി പ്രധാനം.
നമുക്ക് കാത്തിരിക്കാം. ക്യാമറമാൻ ടോജോയോടൊപ്പം മാളവിക, മീഡിയ ടൈം. പറവൂരിൽ വി ഡി സതീശൻ ഇത്തവണയും സുരക്ഷിതൻ തന്നെയെന്ന് UDF വിലയിരുത്തൽ. പറവൂർ കോട്ട പിടിക്കാൻ LDF നിയോഗിച്ച ET ടൈസൺ ശക്തമായ മത്സരം കാഴ്ചവെച്ചെങ്കിലും അട്ടിമറികളൊന്നും UDF പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ കോൺഗ്രസിൽ നിന്ന് BJPയിലെത്തിയ വത്സല പ്രസന്നകുമാർ സമാഹരിക്കുന്ന വോട്ട് ആർക്ക് എതിരാകുമെന്നാണ് ഇനി അറിയേണ്ടത്. വി ഡി സതീശന് അനുകൂലമായ വാഴ്ത്തുപാട്ടുകൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളം കേൾക്കാം. UDFന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ വരെ ക്ലെയിമുണ്ട് വി ഡി സതീശന്. എന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് പറവൂരിലാണ്. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വി ഡി സതീശനാണ്. ഇവിടെ ജയിച്ചു കയറിയിട്ട് വേണം വി ഡി സതീശന് പ്രധാന പദവിയിലെത്താൻ. പറവൂർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ വോട്ടർമാർ ആരെ പിന്തുണയ്ക്കുമെന്നറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസം മാത്രം. 25 വർഷത്തോളമായി UDFന്റെ കോട്ടയാണ് പറവൂർ നിയോജക മണ്ഡലം. പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ മണ്ഡലമാണ് പറവൂർ. വികസനവും മത്സ്യത്തൊഴിലാളി പ്രശ്നങ്ങളും കുടിവെള്ള പ്രശ്നവും നിലനിൽക്കെ വികസനമുരടിച്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വി ഡി സതീശന് ശക്തമായ പോരാളിയായി ET ടൈസൺ മാസ്റ്ററാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ വത്സല പ്രസന്നകുമാർ വോട്ട് വിഹിതം ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് NDA. 2001 വരെ CPIയുടെ ശക്തി കേന്ദ്രവും പറവൂർ എന്ന് വി ഡി സതീശന്റെ ശക്തി കേന്ദ്രമാണ്. 2001 മുതൽ വി ഡി സതീശനിലൂടെ കോൺഗ്രസ് ശക്തി തെളിയിച്ച മണ്ഡലമാണ് പറവൂർ. 2001 മുതൽ തുടർച്ചയായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സതീശനെ ഇത്തവണ എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് എതിരാളികൾ കളത്തിലിറങ്ങുന്നത്. അതേസമയം സാമുദായിക സമാവാക്യങ്ങളും മുൻകാലങ്ങളിലെ മികച്ച ഭൂരിപക്ഷവുമാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. എന്നാൽ ഗ്രാമപഞ്ചായത്തുകളുടെ ഇടത് വലത് സ്വാധീനം ഏറെക്കുറെ തുല്യ നിലയിലാണുള്ളത്. അതിനാൽ ഓരോ വോട്ടും ഇവിടെ നിർണായകമാണ്. ഇത് 6ാം തവണയാണ് വി ഡി സതീശൻ ജനവിധി തേടുന്നത്. വി ഡി സതീശന്റെ ഉരുക്കുകോട്ട തകർക്കാൻ LDF ഇറക്കിയിരിക്കുന്നത് കയ്പമംഗലം മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആയ ET ടൈസൺ മാസ്റ്ററെയാണ്. ഇദ്ദേഹത്തിലൂടെ LDF പറവൂർ തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പറവൂരിലെ വോട്ടർമാർ ആരെ പിന്തുണയ്ക്കും, പറവൂർ ആരെ നയിക്കുമെന്നറിയാൻ അടുത്ത തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം. പൊളിച്ചാൽ പൊളിയാത്ത കോട്ടയില്ല. ഉറപ്പിച്ചു നിർത്താൻ കോട്ടയോളം വലിയ പ്രതിരോധവുമില്ല. പറവൂർ കോട്ടയിൽ എന്തെങ്കിലും അടിയൊഴുക്കുകളുണ്ടോ? അതോ ഉലയാത്ത കുലുങ്ങാത്ത പറവൂർ ആണോ മെയ് 4-ന് ശേഷവും ഉണ്ടാകുക? നമുക്ക് കാത്തിരിക്കാം. ക്യാമറമാൻ ടോജോടൊപ്പം അനഘ, മീഡിയ ടൈം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കടലിലെ അത്ഭുതജീവി എന്നറിയപ്പെടുന്ന കടൽക്കുതിരയെ കയ്പമംഗലം വഞ്ചിപ്പുര കടപ്പുറത്തു നിന്ന് കണ്ടെത്തി. പെരിഞ്ഞനം സ്വദേശി കോച്ചാട്ട് രാകേഷ് മകനുമൊത്ത് പ്രഭാത സവാരി നടത്തുന്നതിനിടെയാണ് കടൽക്കുതിരയെ കടപ്പുറത്ത് അടിഞ്ഞ നിലയിൽ കണ്ടത്. ഉടൻ തന്നെ ഒഴിഞ്ഞ കുപ്പിയിൽ വെള്ളം നിറച്ച് കടൽക്കുതിരയെ സംരക്ഷിക്കുകയും വന്യജീവി സംരക്ഷകനായ പെരിഞ്ഞനം സ്വദേശി ശ്രീജിത്ത് ഗംഗാധരനെത്തി ആറാട്ടുകടവ് കടലിൽ കടൽക്കുതിരയെ ഒഴുക്കിവിടുകയും ചെയ്തു. സമുദ്രത്തിലെ ചൂടുള്ള പ്രദേശങ്ങളിലാണ് കടൽക്കുതിരയെ കാണാറുള്ളതെന്ന് പറയുന്നു. മാള ഹോളി ഗ്രേസ് അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ത്രിദിന റീജിയണൽ മെന്ററിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഗ്രീൻ മീറ്റ് കൊച്ചി സഹസ്ഥാപകനും സിഇഒയുമായ PG ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. Without plants, this planet cannot survive, or the life on planet will not survive. No, it's true that we have been, humans have been depending upon animal meat as a source of food also since. If we can do the same, replicate the same experience using technology and plant-based sources, then we can actually move away the involvement of animals from our food tables altogether. So it is that thought process that actually led. So generally, innovation need not be they are triggered to think innovatively and come work towards it. Can be possibly can make the biggest of impact for searching for complex problems to solve. So I wish all the participants and good luck for all of you. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ സാനി എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. AICT ഇന്നോവേഷൻ റീജിയണൽ കോർഡിനേറ്റർ ആശിഷ് ത്രിപാഠി, ജെറി ജോഷി, ബെന്നി ജോൺ ഐനിക്കൽ, പ്രൊഫസർ AS ചന്ദ്രകാന്ത, പ്രിൻസിപ്പൽ K പ്രസാദ് എന്നിവർ സംസാരിച്ചു. 200-ൽ പരം PM ശ്രീ CBSE സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത ത്രിദിന പരിപാടിയിൽ ആശയ രൂപീകരണം, നവീകരണം, ഡിസൈൻ തിങ്കിംഗ് സമീപനം,
പ്രശ്നപരിഹാര ശേഷി, സംരംഭക മനോഭാവം എന്നിവ സമഗ്രമായി വികസിപ്പിക്കാൻ പര്യാപ്തമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ചേലക്കര പുലാക്കോട് തോട്ടുപാലം അൻസാർ അലിയുടെ മരണത്തിൽ സഹോദരൻ അൻവർ അറസ്റ്റിൽ. ഞായറാഴ്ച രാവിലെ 7 മണിയോടെയാണ് അൻസാറിനെ വീട്ടിൽ തലയിലും പുറത്തും മുറിവേറ്റ നിലയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 8 മണിയോടെ മരിച്ചു. തലയിലേറ്റ ഗുരുതരമായ മുറിവാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മദ്യപിച്ചതിനെ തുടർന്ന് സഹോദരങ്ങൾക്കിടയിലെ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നിഗമനം. കോടാലി ഒമ്പതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മെയ് 3 മുതൽ 10 വരെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 വൈകിട്ട് 5:30 ഭാഗവത മഹാത്മ്യത്തോടെ യജ്ഞം ആരംഭിക്കും. കൽപ്പകശ്ശേരി വേണു മുസദ് യജ്ഞാചാര്യനാകും. ശങ്കരനാരായണ നമ്പൂതിരി, മാടശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സഹാചാര്യന്മാരുമാകും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ പി പ്രഭാകരൻ, ജയകുമാർ പൊലിയടത്ത്, പി ഭാസ്കരൻ, വിനോദം എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ യൂദ തദേവൂസിന്റെ ഊട്ടുതിരുനാളിന് തുടക്കമായി. ചൊവ്വാഴ്ച വൈകിട്ട് പ്രസിദ്ധി വാഴ്ച ലതീഞ്ഞ്, ആഘോഷമായ പാട്ടുകുർബാന, നൊവേന, പ്രദക്ഷിണം, രൂപമെഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നിവ നടന്നു. ഫാദർ സിൻഡോ നങ്ങിനി, ഫാദർ അലൻ തെക്കുംപുറം എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ദിനമായ ബുധനാഴ്ച വൈകിട്ട് 4:30 തിരുനാൾ ദിന പ്രസിദ്ധി വാഴ്ച, ലതീഞ്ഞ്, ആഘോഷമായ പാട്ടുകുർബാന എന്നിവ ഉണ്ടാകും. ഫാദർ സിബു കള്ളാപ്പറമ്പിൽ, ഫാദർ ഡെൽബി തെക്കുംപുറം എന്നിവർ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ഊട്ടുനേർച്ച നടക്കും. ആളൂർ SNDP സമാജം എടത്താടൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. ആലപ്പുഴ കുരുമ്പേമട മുരളീധരനാണ് യജ്ഞാചാര്യൻ. 6ാം ദിവസമായ ബുധനാഴ്ച രാവിലെ 6-ന് ഗണപതി ഹോമം, 7-ന് പാരായണം, 9-ന് മഹാസുദർശന ഹോമം, വൈകിട്ട് 5-ന് ലളിത സഹസ്രനാമജപം, 6:30 ദീപാരാധന എന്നിവയുണ്ടാകും. 30-ന് രാവിലെ 11-ന് അവഭൃത സ്നാനം, പൂമൂടൽ, മംഗളാരതി സമർപ്പണം എന്നിവയോടെ യജ്ഞം സമാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കാൻ തീരുമാനം. വൈകിട്ട് 6-നും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂർ വരെയാണ് ലോഡ് ഷെഡിംഗ് തീരുമാനമായിരിക്കുന്നത്. തൃശൂർ എരുമപ്പെട്ടിയിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനെതിരെ പ്രതിഷേധം. എരുമപ്പെട്ടി KSEB പുനലൂർ ഡിവിഷൻ ഓഫീസിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ പ്രതിഷേധം ഇന്ന് പുലർച്ചെ 4 മണി വരെ തുടർന്നു. ഹർത്താലിലെ അതിക്രമത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. സംസ്ഥാനത്ത് ആകെ 27 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന DGP ഹൈക്കോടതിക്ക് മറുപടി നൽകി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.